വായന അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് GWLPS താമരക്കുളം നടത്തുന്ന ഏടുകൾ മറിയുമ്പോൾ എന്ന ടാഗ്ലൈനിലുള്ള വായനാ മാസാചരണത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഏടുകൾ മറിയുമ്പോൾ തുടരുന്നു നമ്മുടെ യാത്ര തുടരുന്നു. ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാൾ എത്രത്തോളം വലുതാണ് മെന്റൽ സ്ട്രെങ്ത് എന്ന് കാണിക്കുന്ന ഒരു നോവലാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഫേമസ് അമേരിക്കൻ നോവലിസ്റ്റ് ആയിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന ബുക്കാണ്. ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള സാന്റിയാഗോ ഒരു ക്യൂബൻ ഫിഷർമാൻ ആണ്. Then for the last 84 days he was without a single fish. 85th day അദ്ദേഹം പുറത്തേക്ക് സീയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് ഇതുവരെയും കിട്ടാത്ത രീതിയിൽ ഒരു വലിയ മാർലിൻ, വലിയൊരു ഫിഷിനെ അദ്ദേഹത്തിന് കിട്ടുന്നു. But unfortunately when he reaches the shore he was left alone with the skeleton of the fish. ബാക്കി ഫ്ലഷ് പോർഷൻസ് എല്ലാം മറ്റ് മത്സ്യങ്ങൾ തിന്നു തീർത്തത്. ഒരിക്കലും തന്നെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. എന്നെ തോൽപ്പിക്കാം, ബട്ട് എന്നെ നശിപ്പിക്കാൻ പറ്റില്ല. ഹെമിംഗ്വേ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത് ഒരു മനുഷ്യനെ നമുക്ക് നശിപ്പിക്കാം, ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നതാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് വളരെയധികം പ്രചോദനം നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നോവലാണിത്. നമ്മുടെ ചുറ്റുമുള്ള ജീവിത സാഹചര്യങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലാതെ ആത്മഹത്യയിലേക്കും മറ്റും പോകുന്ന യുവതലമുറയ്ക്ക് സാന്റിയാഗോ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഈ ഒരു ടെക്സ്റ്റ് വായിച്ചിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.